വല്ലാർപാടത്തമ്മ. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വല്ലാർപാടം ദ്വീപിലുള്ള പ്രശസ്തമായ ഒരു ക്രിസ്തീയ ദേവാലയമാണ് വല്ലാർപാടം ബസിലിക്ക. 1524 പോർച്ചുഗീസുകാരായ മിഷനറിമാർ വല്ലാർപാടത്ത് പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള ഏഷ്യയിലെ ആദ്യ ദേവാലയം സ്ഥാപിച്ചത്. എന്നാൽ 1676 ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ പള്ളി പൂർണ്ണമായും തകരുകയും അൾത്താര മുകളിൽ സ്ഥാപിച്ചിരുന്ന വിമോചനനാഥയുടെ ചിത്രം ഒഴുകിപ്പോകുകയും ചെയ്തു. അന്ന് കൊച്ചി ദിവാനായിരുന്ന പാലിയത്ത് രാമൻ വലിയച്ഛൻ ചേന്നമംഗലത്തേക്കുള്ള ബോട്ട് യാത്രക്കിടയിൽ ഈ ചിത്രം കായലിൽ നിന്ന് വീണ്ടെടുത്ത് പള്ളി അധികാരികളെ ഏൽപ്പിച്ചു. പുതിയ പള്ളി പണിയുന്നതിനായി സ്ഥലവും ദിവാൻ ദാനമായി നൽകി. തുടർന്ന് വിമോചനനാഥയുടെ നാമത്തിൽ പുതിയ ദേവാലയം സ്ഥാപിക്കുകയും വീണ്ടെടുത്ത മാതാവിന്റെ ചിത്രം അതിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ദേവാലയത്തിന്റെ ആശീർവാദത്തിൽ സംബന്ധിച്ച് ദിവാൻ ദേവാലയത്തിലേക്ക് ഒരു കെടാവിളക്ക് ദാനമായി നൽകുകയും അതിൽ ഒഴിക്കുവാനുള്ള എണ്ണ കൊട്ടാരത്തിൽ നിന്ന് നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കാലാന്തരത്തിൽ ഈ പതിവ് മുടങ്ങിപ്പോയി. എന്നാൽ 1994 മുതൽ പാലിയം കൊട്ടാരത്തിൽ നിന്ന് എണ്ണ കൊണ്ടുവരുന്ന ചടങ്ങ് പുനരാരംഭിച്ചു. ഈ ദേവാലയത്തെക്കുറിച്ച് ധാരാളം കഥകൾ പ്രചരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് 1752 നായർ സമുദായത്തിൽപ്പെട്ട പള്ളി വീട്ടിലെ മീനാക്ഷി അമ്മയെയും മകനെയും സംബന്ധിച്ചുള്ളതാണ്. മട്ടാഞ്ചേരിയിലേക്കുള്ള അവരുടെ യാത്രയ്ക്കിടയിൽ ഉണ്ടായ കൊടുങ്കാറ്റ് മൂലം വഞ്ചി മറിഞ്ഞ് അവർ വെള്ളത്തിന്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയി. 3 ദിവസത്തേക്ക് അവരെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. വെള്ളത്തിനടിയിൽ കിടന്ന് മീനാക്ഷിയമ്മ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: എനിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടാൽ ജീവിതകാലം മുഴുവനും ഞങ്ങൾ നിന്റെ അടിമകളായിരുന്നു കൊള്ളാം. ആ സമയം ഇടവക വികാരിക്ക് ലഭിച്ച സ്വപ്നമനുസരിച്ച് ഒരു മുക്കുവന്റെ സഹായത്താൽ കായലിൽ വലയെറിഞ്ഞ് മീനാക്ഷി അമ്മയെയും കുഞ്ഞിനെയും വെള്ളത്തിൽ നിന്നും വീണ്ടെടുത്തു. രക്ഷപ്പെട്ട മീനാക്ഷി അമ്മയും കുഞ്ഞും പരിശുദ്ധ അമ്മയോട് ചെയ്ത വാക്കു പാലിച്ചു. നാളുകൾ കഴിഞ്ഞ് മാമോദിസയിലൂടെ മേരി എന്നും യേശുദാസ് എന്നും യഥാക്രമം പേര് സ്വീകരിച്ച് ക്രിസ്ത്യാനികളായി തീർന്ന ഇവർ മരണം വരെ ഈ ദേവാലയത്തിനോട് ചേർന്ന് ജീവിക്കുകയും ആരാധനയിലും പള്ളി ശുശ്രൂഷയിലും പങ്കുചേരുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ദേവാലയം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയത്. ഇന്നും കടൽ യാത്രക്കാരുടെ പ്രത്യേക മധ്യസ്ഥയായി മറിയം നിലകൊള്ളുന്നു. മീനാക്ഷി അമ്മയെ അനുകരിച്ച് വല്ലാർപാടത്തമ്മയ്ക്ക് അടിമ വയ്ക്കുക എന്നത് വലിയൊരു ഭക്തമുറയാണ്. കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ആത്മശുദ്ധി വരുത്തി തന്നെ മാതാവിന്റെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി വൈദികൻ ആ വ്യക്തിയുടെ തലയിൽ കൈവച്ച് പ്രത്യേകം പ്രാർത്ഥന ചൊല്ലി ഹന്നാൻ വെള്ളം തളിച്ച് വിശുദ്ധീകരിക്കുന്നു. അതുവഴി ആ വ്യക്തിക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹങ്ങളും ലഭിക്കുന്നു. ഈ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആചരിക്കുന്നത് സെപ്റ്റംബർ 16 മുതൽ 24 വരെയുള്ള ദിനങ്ങളിലാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജാതി മത ഭേദമന്യേ അനേകായിരങ്ങൾ ജീവിതത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്കായി അമ്മയുടെ മാധ്യസ്ഥം തേടി അനുദിനം ഇവിടെ വന്നു ചേരുന്നു. 1951 ഭാരത സർക്കാർ വല്ലാർപാടം പള്ളിയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും 2002 കേരള സർക്കാർ ഈ പള്ളിയെ വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തുകയും ചെയ്തു. 2004 സെപ്റ്റംബർ 12 വല്ലാർപാടം പള്ളിയിലെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ആ വർഷം തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ പള്ളിയെ ബസീലിക്ക എന്ന പദവി നൽകി ആദരിച്ചു. വിശ്വാസികൾക്ക് ഭക്തിപൂർവം പ്രാർത്ഥിക്കുന്നതിനായി ദേവാലയത്തിനോട് ചേർന്ന് ജപമാലയിലെ 20 രഹസ്യങ്ങളുടെയും രൂപങ്ങൾ സ്ഥാപിച്ച് റോസറി പാർക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ നിത്യാരാധന കേന്ദ്രം ദൈവജനത്തിന്റെ ആശ്വാസത്തിന്റെ സ്രോതസ്സായി മാറിയിരിക്കുന്നു.